ബി നിലവറയ്ക്കുള്ളിലെ രഹസ്യമെന്ത്? കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് 2011 തൊട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്റ്റാണ്. എന്താണ് ബി നിലവറയ്ക്കുള്ളിൽ? ബി നിലവറ എന്ന് പറയുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 2011 ആണ് അറിയുന്നത്. ABCD എന്ന് നമ്മൾ നമ്പേഴ്സ് ഇട്ട് വിളിക്കുന്ന നിലവറകളിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ 2011 കോടതി വിധിയോടെ ഈ നിലവറയിലൊന്ന് തുറക്കപ്പെട്ടു. എന്താണ്? രക്തം, രത്നം, വജ്രം, വില പറഞ്ഞ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ലക്ഷങ്ങൾ കോടി, അതായത് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ്, അതായത് നമ്മളുടെ ശ്രീ പത്മനാഭസ്വാമി കിടക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുടെ മുകളിലാണ്. റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ദ വേൾഡ്, റിച്ചസ്റ്റ് മനുഷ്യനാണ്, റിച്ചസ്റ്റ് ഗോഡാണ് നമ്മളുടെ ശ്രീ പത്മനാഭനെന്നും ഒരു റിച്ചസ്റ്റ് ടെമ്പിള് നമുക്ക് സ്വന്തമായിട്ടുണ്ടെന്നും നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അവിടെ നിഗൂഢമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ദാറ്റ് ഈസ് ബി നിലവറ. അതായത് ബി നിലവറ ഇപ്പോഴും തുറക്കപ്പെട്ടിട്ടില്ല. അതിങ്ങനെ 2 പാമ്പ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ പിക്ചറായിട്ട് നമ്മളെല്ലായിടത്തും പിക്ചറൈസേഷൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ആ നാഗങ്ങളാണോ പ്രശ്നം? അപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കുറച്ച് കഥകളുണ്ട്. അതായത് നാഗങ്ങളുണ്ട്, അതിന് കാവലായിട്ട്, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സത്യമാണെന്ന്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നമ്മൾ അടച്ചിട്ട പഴയ ഓടിട്ട വീട്ടിൽ ജീവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എൻ്റെ ഫാദറിൻ്റെ വീടൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഓടിട്ട വീട്ടിൽ പാമ്പുകൾ വരും. നല്ല തണുപ്പുള്ള സ്ഥലത്ത് അവയ്ക്കിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാമ്പുകൾ ഉണ്ടാവാം. അത് നിധിക്ക് കാവല എന്നല്ല, അവയ്ക്ക് ജീവിക്കാനുള്ള ഹാബിറ്റാറ്റാണത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നാഗങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു ഐതിഹ്യമായിട്ടോ കെട്ടുകഥയായിട്ടോ അല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു മിത്തായിരിക്കും ഇതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഹാവിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്ന കണ്ടോ? മഹാവിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര ആരാധികയാണ് ഞാൻ. എസ്പെഷ്യലി മഹാവിഷ്ണു ആ കിടക്കുന്ന കിടപ്പ് ഒന്നും പറയാനില്ല അല്ലേ. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മളുടെ രാജാവ്, ട്രാവൻകൂർ രാജാവ് വെച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നറിയില്ല. അപ്പോൾ ആ രാജകുടുംബത്തെ ഇപ്പോഴത്തെ അനന്തരാവകാശിയുടെ ആദിത്യവർമ്മ ഐ തിങ്ക് ഒക്കെ പ്രസൻസിലാണ്. 2011 അത് തുറന്ന് വെരിഫൈ ചെയ്തപ്പോഴാണ് നമ്മൾ ഇത്രയും റിച്ചസ്റ്റ് ആണെന്നറിയുന്നത്. ഇനി ബി നിലവറയ്ക്കുള്ളിൽ എന്തുകൊണ്ട് കോർട്ട് അത് തുറക്കാൻ ഒരു അനുവാദം കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനത്തിൻ്റെ ഒരു ജനകീയ വിശ്വാസമാണല്ലോ. ഇതിലും ഈ പറയുന്നതിലും കൂടുതൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ സ്വത്തുവകകൾ അതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സ്വർണ്ണക്കയർ, രത്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ചിലപ്പം അങ്ങനെയുമല്ലായിരിക്കാം. രാജാവിൻ്റെ ഒരു പ്ലാനായിരിക്കാം. കേരളം 10 വർഷം കഴിയുമ്പോൾ, 100 വർഷം കഴിയുമ്പോൾ, 50 വർഷം, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അന്നത്തെ ഇത്രയൊക്കെ സമ്പത്ത് ഉണ്ടാക്കി വെച്ച രാജാവിന് പ്രജകളോട് പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും അതിൽ കോമൺ പീപ്പിളിനോട് പറയാനുള്ള കാര്യങ്ങളായിരിക്കാം അത് എന്ന് തോന്നാറില്ലേ? മേ ബി അതുമായിരിക്കാം. അങ്ങനെ കുറച്ച് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അതിലുണ്ട് എന്ന്, ബി നിലവറയിലുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല. 2011 ഒരു ലോക ശ്രദ്ധ നേടിയ വർഷമായിരുന്നു. എന്തുകൊണ്ട്? വൈ ഇറ്റ് ഈസ്? അതായത് ഇത് തുറക്കാൻ കോടതി അനുമതി ഇടുകയും നിലവറ ഓൾസ് എന്ന് നമ്മൾ വിളിക്കും. അതായത് ഭൂഗർഭ അറകൾ. പത്മനാഭസ്വാമി കിടക്കുന്ന 3 പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ 3-ൽ പത്മനാഭസ്വാമിയുടെ തല, ബോഡി ആൻഡ് ഫുട്ട് ഏരിയ എന്ന് പറയുന്ന 3ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിൻ്റെ അടിയിൽ ഭൂഗർഭ അറകളുണ്ടാക്കി അതിലേക്ക് സീയിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. രാജാവിന് എന്തെങ്കിലും അപകടം വരുമ്പോൾ
പത്മനാഭപുരം പാലസിൽ നിന്ന് ആ ടെമ്പിളിൽ നിന്ന് ഭൂഗർഭ അല്ല ഏതോ ഒരു വാതിൽ വഴി കടലിലേക്ക് എൻട്രി എടുത്തത് ഒരു 8 വർഷം മുന്നേ ഞാനൊരു സ്പീഡ് ബോട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ട് അത് പാലസിലേക്കുള്ള എൻട്രിയാണ്. അതിൽ പോയിട്ടുള്ളവരൊന്നും ജീവനോടെ അതിനകത്ത് എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചിരുന്നു. സ്പീഡ് ബോട്ട് ഡ്രൈവ് ചെയ്തിരുന്ന ഡ്രൈവർ സ്റ്റാങ്ക് എന്ന് വിളിക്കും അല്ലേ. പക്ഷേ എനിക്കത്ര വിശ്വസനീയമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ പോയി നോക്കണം, ആ റിസ്ക് എടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ 2011 നമ്മളറിയുന്നത് നമ്മളുടെ റിച്ചസ്റ്റ് ഗോഡ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, ഇത് കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എടുത്ത് ചിലവാക്കണം എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെ എടുത്ത് ചിലവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ RBIക്ക് കുറച്ച് നോട്ടടിച്ചാൽ പോരെ നമ്മുടെ ദാരിദ്ര്യം മാറാൻ നമ്മൾ അല്ലേ? അത് പറ്റില്ല. അങ്ങനെയല്ല. ദാറ്റ് ഓൾസോ ഹാവ് നിധി ശേഖരങ്ങൾ കണ്ടുകിട്ടിയാൽ എപ്പോഴും നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. നമുക്ക് ചിലവാക്കാൻ റൈറ്റ് ഉണ്ടോ? ഇല്ല. നമ്മളിവിടെ ശരിക്കും ഒരു വാടകക്കാരല്ല, ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ അല്ലേ, കുറച്ച് നാൾ ജീവിച്ച് പോകാൻ വന്ന കുറച്ച് യാത്രക്കാർ മാത്രമാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നമുക്ക് ഈവനിങ് ചന്ദനത്തടി ഈ ടീൻ തേക്കും അല്ലാതെ ചന്ദനത്തടി ഒന്നും മുറിച്ച് വയ്ക്കാൻ വീട്ടിൽ വളർത്തുമല്ലാതെ മുറിച്ച് വയ്ക്കാൻ പോലുമുള്ള റൈറ്റ് ഇല്ല. ചന്ദനത്തടി എന്നിട്ട് എന്താ എല്ലാവരും വളർത്താത്തതെന്ന് ചോദിച്ചാൽ ചന്ദനത്തടിയുടെ ഉള്ളിടത്ത് ഭയങ്കര തണുപ്പും അവിടെ പാമ്പ് സർപ്പ എസ്പെഷ്യലി വരാനുള്ള ചാൻസസും ഉണ്ട്. അത് കറക്റ്റാണ് കേട്ടോ. ചന്ദനത്തടിയല്ല, എൻ്റെ വീടിൻ്റെ മുകളിൽ തൊട്ട് മുകളിലല്ല, പറഞ്ഞു വരുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ വരുമെങ്കിലും ഞങ്ങൾക്ക് ചാടി കയറി പോകാൻ പറ്റുന്ന ഒരു ഹൈറ്റിലൊരു കാവുണ്ടായിരുന്നു. ആ കാവിൽ 2 മരങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അതിപ്പോൾ സംരക്ഷിച്ച് ചുറ്റൊക്കെ കെട്ടി സംരക്ഷിച്ച്, അതിന് ശേഷം ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പം അങ്ങനെ അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ താഴെ പാമ്പിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ തണുപ്പുള്ളതുകൊണ്ടായിരിക്കും പാമ്പ് വരുന്നത്. ദ തിങ് ഈസ് നിലവറയിൽ അതുകൊണ്ട് പാമ്പുള്ളതെന്ന് പറയുന്നത് നമ്മളൊരു മിത്തായിട്ട് കരുതണ്ട. മേ ബി ചാൻസസ് ആർ ദെയർ. നിലവറയിൽ ഇതിൽ കൂടുതൽ ശേഖരങ്ങളുണ്ട്. അത് രാജാവിന് കിട്ടിയ ഓഫറിങ്സാണ്, സമ്മാനങ്ങളാണ്. ശ്രീപത്മനാഭ സ്വാമിക്ക് കിട്ടിയ ഓഫറിങ്സാണ്, അദ്ദേഹത്തിന് കൊടുത്തതാണ്, വിദേശികൾ കൊടുത്തതാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്. രാജാവ് പിൽക്കാലത്ത് എന്തെങ്കിലും രാജ്യത്തിന്, കേരളത്തിന്, ട്രാവൻകൂറിനൊക്കെ സംഭവിച്ചാൽ ചിലവാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതെടുത്ത് ചിലവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊന്നും പറ്റത്തില്ല. ബട്ട് നിലവറ തുറക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണം എന്നുള്ള, അല്ല രാജ്യത്തിന് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ നിങ്ങൾ ചിലവാക്കണം എന്നുള്ളതല്ല, ഒരു ക്യൂരിയോസിറ്റിയാണ്. എൻ്റെ മനസ്സിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ഈസ്, അത് തുറന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാജാവിന് പറയാനുള്ള കുറേ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കുന്ന ആർക്കിടെക്ചേഴ്സൊക്കെ ഉണ്ട്. ആർക്കിടെക്ചർ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. പഴയ ആർക്കിടെക്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് ഈസ് നമ്മൾ കാലിക്കറ്റ് ചെല്ലുമ്പോൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. കുറേ പ്ലേസസിലൊക്കെ ആർക്കിടെക്ചർ നന്നായിട്ട് അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലും കാര്യമാണോ ഇതെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ട്. കോടതി വിധി എന്തായാലും കോടതി വിധി ഓൾവേസ് ജനകീയ തീരുമാനങ്ങളായിരിക്കും. ജനത്തിന് എപ്പോഴും നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? കോടതി എപ്പോഴും റൈറ്റ് ഡിസിഷൻ എടുക്കും എന്നുള്ളതുകൊണ്ടാണ്. സാധ്യതകൾ ഒന്നുകിൽ ക്ഷേത്ര സമ്പത്തുണ്ടായിരിക്കാം, അടുത്തത് പൂജാ സംബന്ധമായ ശ്രീ പത്മനാഭന് വേണ്ടുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കാം. വലിയ നിധിയൊന്നും ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ഇതിൽ കൂടുതൽ നിധി ഉണ്ടായിരിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഹൈഡഡ് ആയിരിക്കാം. പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോൾ എല്ലാം ഹിറ്റാക്കുന്നത് എന്ന് പറയുന്ന പോലെ നാഗം ഉണ്ടെന്നും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ചാൽ അത് തുറക്കും എന്നുള്ളതും ഒക്കെ ഹിറ്റാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്വന്തം നമ്മളുടെ സ്വന്തം സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തും പറയാം എന്നുള്ളൊരു റൈറ്റായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. സൈബർ ക്രൈംസിന് നല്ല പണി കിട്ടും എന്നുള്ളതൊക്കെ മാറി വരുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് ഇത് ആവശ്യമില്ലാത്ത മിത്സൊക്കെ. ഇപ്പോൾ പണ്ട് വാമൊഴിയായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് ഞാൻ കുറച്ചൊക്കെ വായിച്ചും പഠിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോയി കണ്ടോ എന്ന് ചോദിച്ചാൽ പത്മനാഭനെ ഇടയ്ക്കൊക്കെ പോയി കാണാറുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സ്റ്റോറീസ് എനിക്ക് അന്വേഷിക്കാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ.
നിലവറ തുറക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. അത് അവിടെ ഉള്ള സ്വത്തുവകകളെന്നല്ല, രാജാവിന് പറയാനുള്ള എന്തെങ്കിലും കാര്യം, അദ്ദേഹത്തിൻ്റെ പ്ലാൻസ്, അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.